സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് എല്ലാവരും റെഡി ആയിട്ട് ഉച്ച സമയമായിട്ട് ഇങ്ങനെ വിശന്നിരിക്കുകയാണ്. കാരണം ഉച്ച 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ വയറ് നമ്മളോട് പറയുമല്ലോ ഫുഡ് കഴിക്കാൻ സമയമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കലവറ എന്ന് പറയുമ്പം എനിക്കിവിടെ ചിക്കൻ കാണുന്നുണ്ട്, മുട്ട കാണുന്നുണ്ട്, പിന്നെ തക്കാളി, ക്യാരറ്റ്, അങ്ങനെ പല 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 സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ഷെഫ് ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ കൈകളിൽ നമ്മൾക്ക് മാജിക് ഒക്കെ ആണല്ലോ കാണുന്നത്. അതുകൊണ്ട് ഇതുകൊണ്ട് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, എന്താണ് ഇന്നത്തെ ഫുഡ് ഐറ്റം എന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയില്ല. ഷെഫ് വന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഷെഫും ഗസ്റ്റും കൂടെ വന്ന് ഇന്നും ആസ് യൂഷ്വൽ ഞാൻ നടുക്ക് നിന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് പതുക്കെ ഫുഡ് കഴിച്ച് അവരോട് ഇങ്ങനെ ഫുഡിനെ പറ്റിയൊക്കെ പറഞ്ഞ് നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഷെഫിനെ വിളിച്ചാലോ? സോ ലെറ്റ്സ് വെൽക്കം ഷെഫ് നളൻ. എന്താണ് വിശേഷം? സുഖം. കഴിപ്പിക്കുക. ഞാനത് പറയാൻ വരുമായിരുന്നു. അപ്പൊ നമ്മളിപ്പോ കണ്ടിട്ട് ഒരാഴ്ചയായി. അപ്പം ഇന്ന് ഞാൻ നോക്കുമ്പം നമുക്ക് എഗൈൻ ചിക്കനാണ് എനിക്ക് ഇഷ്ടമുള്ള. ചിക്കനുണ്ട്, മുട്ടയുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കിപ്പം കൂടെ നമ്മൾ വിളിക്കണല്ലോ. അപ്പൊ ഞാൻ അറിഞ്ഞു ഷെഫിന്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് ഇന്ന് വരുന്നത്. ഒരു വലിയ കലാകാരൻ, നമ്മളൊരു ചങ്ക്, അതിനേക്കാൾ വലുത് ഒരു മനുഷ്യ സ്നേഹി, നമ്മളെ സൗഹൃദത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ലെറ്റ്സ് വെൽക്കം ദ ബ്യൂട്ടിഫുൾ, ദി വൺ ആൻഡ് ഓൺലി, ദി ഹാൻസം ബിനു അടിമാലി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഞാൻ ഭക്ഷണം ഇന്ന് ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എവിടെയെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ തേടി പിടിച്ച് പോകുന്നൊരു സ്ഥലം. അപ്പം ഞങ്ങൾ ഈ നളഞ്ചേട്ടൻ അങ്ങനെ തന്നെ വിളിക്കാം, ബഹുമാനം കൊടുത്ത് വിളിക്കാനാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തപ്പി നടന്ന് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ കാലിൽ തട്ടി വന്ന് നോക്കിയപ്പോൾ നമ്മുടെ നളഞ്ചേട്ടൻ്റെ കടുത്തുരുത്തിയിലെ ഷാപ്പിൽ കയറി. നമ്മൾ 2 കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുകയും ആക്ഷൻ കാണിക്കുകയും ചെയ്യും. ഈ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അറിയാതെ ഇങ്ങനെ കാണിക്കും. അന്ന് 4 കൂട്ടം ചമ്മന്തി ഉണ്ടായിരുന്നു അല്ലേ? അതെ. ഇതിപ്പോ കണ്ടിട്ട് ഇപ്പൊ ഈ ഇരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കണ്ടിട്ട്, ഈ ഇരിക്കുന്ന മസാലകളെല്ലാം കണ്ടിട്ട് എന്ത് കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വല്ല ഐഡിയ കിട്ടുമോ? ഇത് എന്ത് ചെയ്യാൻ പൊടികളൊക്കെ എന്ത് ചെയ്യും കണ്ടുപിടിക്കുക? പൊടികൾ കടുകൊരു പൊടിയാണോ? മുളകിടിച്ചത് അല്ലേ? കാന്താരി. ഇത് കുരുമുളക്. അതാണ് നമ്മുടെ മെയിൻ അല്ലേ? അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റം. അതെന്തായിരിക്കും? ഇത് തേങ്ങ കൊത്തി അരിഞ്ഞാണോ? അതെ, തേങ്ങയല്ല, കരിക്ക്. ഇത് നെയ്യ്. ഞാൻ അടുക്കള കയറിയിട്ടുണ്ട്. എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ വെക്കാൻ പോകുന്ന കറിയുടെ പേരാണ് കരിക്കിൻ കോഴിക്കറി. കരിക്കിൻ കോഴിക്കറി. ഞാനിതുവരെ കേട്ടിട്ട് പോലുമില്ല അല്ലേ? അതല്ലേ എനിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട്, ദ മാജിക്കൽ ഷെഫ്. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ കരിക്കിൻ ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ. അപ്പൊ ഇന്ന് കരിക്കിൻ കോഴി. എനിക്ക് പാചകം ചെയ്യുമ്പോ നമ്മുടെ ഇത് ഓണാക്കിട്ടോ നമ്മൾ ഒരു കാര്യം, ഈ ഷെഫ് നമ്മൾ പറയാണ്ട് കാര്യങ്ങൾ ചെയ്യും. കാരണം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ മിമിക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന രീതിയിൽ ഇവിടെ നമുക്ക് അഭിനയമല്ല വേണ്ടത്, താങ്കൾ എന്നോടൊപ്പം ജീവിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു അത് ഓട്ടോമാറ്റിക്കലി നടക്കണമെന്നാണ് കുട്ടി പറയുന്നത്. അപ്പൊ അടുപ്പ് ചൂടായി വരാൻ സന്തോഷപൂർവ്വം അറിയിച്ചോളൂ. ഹോം സിൽഗ ഹുംഹ. അങ്ങനെ ഞങ്ങളൊരു യുദ്ധത്തിന് തയ്യാറായ യുദ്ധം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഷെഫ് അവിടെ എത്തും. എണ്ണ വെച്ച് ഷെഫ് ഇച്ചിരിപ്പ അതൊക്കെ നമ്മൾ കുറച്ച് 15 എപ്പിസോഡ് ചെയ്ത കുട്ടിയാ. ഇട്ടു. അയ്യോ, പിന്നെ അത് മറ്റേ അതാ അവിടെ എന്നോട് പറയരുത്. പരിപാടിക്ക് ഒരു കല്ലല്ലോ. അയ്യോ, എനിക്ക് മൂത്രത്തിൽ കല്ലുള്ളതുകൊണ്ട് എനിക്ക് കല്ലില്ല. അപ്പൊ ഞാനിത് എവിടെ ഇടിക്കും? ഷെഫ് നമുക്ക് ചെയ്യാം. ഞാൻ ഇടിക്കുന്നില്ല, ഞാൻ ഇടിക്കുന്നില്ല, ഇടിച്ചെന്നുള്ള പരാതി. അതുപോലെ തന്നെ അങ്ങോട്ട് കൊള്ളിട്ടാ മതി. ആ പേരും പറഞ്ഞ് നമുക്ക് ഒന്ന് ചുമ്മാ ഒന്ന് ചതച്ചിട്ട് അങ്ങോട്ട് ഇടാം. വേറെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെന്താ ഞാൻ കൈ ഇവിടെ കെട്ടി വെക്കും. കറിവേപ്പില നോക്കിക്കോണം. അദ്ദേഹം ചെയ്യും. നോക്കിക്കോ.
കാന്താരി മുളക് അതൊക്കെ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാം സെറ്റ് കേട്ടോ. എന്തൊക്കെ നമ്മളിപ്പോ ഇവിടെ ഇട്ടത് ആർക്കറിയാം. ഈ വെള്ളത്തിനകത്ത് തന്നെ കൊണ്ടുവരണോ? നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കണ്ടേ എന്തൊക്കെയാണ് നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം എപ്പിസോഡ് കാണും. തക്കാളി കത്തിയില്ല മനെ കത്തിയ തരാം. നമ്മളിതിനകത്ത് തക്കാളി ഇട്ടു, ഗരം മസാലകളുടെ കൂട്ടുകളെല്ലാം ഇട്ടു. പെട്ടെന്നാണ് ഇന്ന്. ആ, പ്രൊഡ്യൂസർ പറഞ്ഞു പെട്ടെന്ന് എപ്പിസോഡ് കേൾക്കണം. ഞാൻ കൈ നീട്ടതാ. ഇത് ഞാനത് സ്കോർ ചെയ്യുന്നൊരു പേടി അദ്ദേഹത്തിന്റെ മുഖത്ത്. എനിക്ക് ആവുന്നതുകൊണ്ട് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോന്നിയത് സ്പീഡ്. അല്ലല്ല ഉപ്പ് ഒട്ടകപ്പക്ഷിയുടെ കഴുത്ത് പോലെ അല്ലാതെ ഇനി ടേസ്റ്റ് മാറണ്ട. ഈ മൂടി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോലെ ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. നന്നായി. അപ്പൊ ഇത് ഇടിച്ചു ആരും നോക്കണ്ട, ഇടിച്ചു. ഓക്കെ ഇടട്ടെ. മറഞ്ഞു നിൽക്കല്ലേ, അതെന്തൊക്കെ എടുക്കണമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അത് കുറച്ചേ. അയ്യോ ഉപ്പാണ്. കുഴപ്പമില്ല. ഏതാണ് പിന്നെ ഇത് അതല്ല സോറി. ഓക്കെ, ഗരം മസാല മല്ലിപ്പൊടിയാണ് ഇട്ടത്. പിന്നെ തക്കാളി അല്ല സവോള മൊത്തം ഇട്ടു. കറി തികയാണ്. നമ്മൾ കുറെ പേരില്ലേ, നമ്മളെല്ലാരും തിന്നണ്ടേ. അതെ. അത് പിന്നെ ഉപ്പ് വല്ലതും ഇട്ടായിരുന്നോ? നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഉപ്പിട്ടു. ഇതൊക്കെ നോക്കാനല്ലേ ഈ കുട്ടിക്ക് കാശ് കൊടുക്കുന്നത് അല്ലേ? ഞാൻ വെറുതെ നിന്നിട്ട് കഴിക്കാൻ. നിങ്ങൾ ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. നോക്ക് വേറൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എണ്ണ കുറച്ചുകൂടെ എണ്ണ. അതന്നെ അത് മതി. അതന്നെ പേട്ടെ ഒന്നുമിട്ടില്ല. അല്ലാതെ അദ്ദേഹമൊക്കെ അങ്ങനെ കാണിച്ചാലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് കുറച്ച് എന്തൊക്കെയാണ് ചേട്ടാ പിന്നെ പുതിയ ഷോ പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? പുതിയ പരിപാടികൾ, ചാനൽ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ പോയപ്പോൾ പടങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അത് വല്ല ശ്രദ്ധകൾ കുറഞ്ഞ് നമ്മൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പം അവരോടൊക്കെ ഒന്ന് ചാൻസ് ചോദിക്കാനൊക്കെ അങ്ങ് ഗ്യാപ്പ് വന്നല്ലോ. അപ്പം ഇപ്പം ചെറിയൊരു ചാനലിൻ്റെ ഗ്യാപ്പ് വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പടത്തിൻ്റെതായിട്ടുള്ളൊരു ഓട്ടം. സിനിമ ഇപ്പൊ ഇറങ്ങിയത് 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്താ രാകേഷ് സുബ്രഹ്മണ്യം. അതിന്റെ പ്രൊമോഷൻ എന്റെ സ്ഥാപനത്തിലല്ലേ ടി ടോം ചേട്ടനും പക്രു ചേട്ടനും ഒക്കെ വന്ന്. അതെ മോനെ അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഒരു കല്യാണത്തിനൊക്കെ ഞങ്ങളുടെ നാട്ടില് ഈ കല്യാണം നടന്നൊരു പോത്തിനൊക്കെ മേടിച്ചാ അതിന്റെ കണ്ണും കൊമ്പും പേണി, അതായത് അതിന്റെ ഷൂസ്, അത് മാത്രമാണ് കളയുള്ളൂ. ബാക്കിയെല്ലാം നൈറ്റിലത്തെ ഫുഡിനെ ഉപയോഗിക്കും. പോത്തി ഞാന് ഒരു സമയത്തെ മൂക്ക് മുട്ടിച്ച കുഴപ്പമില്ല. സമയത്ത് ഒരു ഞാൻ ഈ ഡയറ്റൊക്കെ ഞാൻ കഥ കയറാൻ വേണ്ടി പറഞ്ഞോ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ സൗണ്ടൊക്കെ ചെയ്യോ? അത് മീൻസ് മിമിക്രി സിനിമ പാട്ടും പാടില്ലേ? പാട്ട് പാടും. പക്ഷേ ഏത് നടന്റെ സൗണ്ടാണ് ചെയ്യുന്നത്? ഞാൻ മൈക്കൊക്കെ ഇതാണല്ലോ അതിൻ്റെ ഒരു എല്ലാ പരിപാടിയുടെയും വിജയം. അങ്ങനെ ഓരോ കുറേ നടന്മാരൊക്കെ ചെറുതായിട്ടൊക്കെ എടുക്കും. ഒരു രണ്ട് നടന്മാരെടുക്കും. ചിക്കൻ കറി വെക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഷെഫ് നളന്റെ ഫ്രണ്ടിൽ. എന്ത് ചെയ്യാം, എന്നോട് ദക്ഷിണ വെക്കാൻ പറഞ്ഞു, ചിക്കൻ കറി വെക്കാൻ. ഒരു തെണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്താ ഉള്ളത്? ഒടുവിൽ ചിക്കൻ കറി വെക്കാൻ പഠിപ്പിച്ചു തന്ന
അപ്പുറത്തെ വീട്ടിലെ ഓമന ചേച്ചിയെ മനസ്സിൽ ധ്യാനിച്ച് കുറച്ച് കരിവേപ്പില ഞാൻ അങ്ങ് എടുത്തിട്ടു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കറിവേപ്പില പൊട്ടി എൻ്റെ കണ്ണിൽ തെറിച്ചു. പിന്നെ അങ്ങോട്ട് ഒരു യാത്രയായിരുന്നു. എങ്ങോട്ട്? ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര. ശംഭോ മഹാദേവ. ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ലേ? ഓമന ചേച്ചിക്ക് ഹസ്ബൻഡ് ഗൾഫിലാ. അല്ല ചോദിക്കാല്ലോ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം അല്ലേ? ഇതിന് ഡയലോഗ് ഓർക്കണം. ഷെഫ് നളഞ്ചേട്ടനകത്ത് കൊണ്ടുവരണം. ഇതെല്ലാവരും വരുമ്പോൾ ചിലപ്പോൾ സൗണ്ടൊക്കെ കറക്റ്റ് ആയില്ലാന്ന് വരും. കുറച്ച് വെള്ളം. ഒരു 4 5 ഫുള്ള് പറ എത്ര 5 2 പ്രാവശ്യം ചുമ്മാ ഇങ്ങനെ കാണിച്ചായിരുന്നു. അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇത് കരിക്കും വെള്ളമാണോ? അത് പറഞ്ഞില്ല നമ്മള്. കരിക്കും വെള്ളമാണ് കേട്ടോ അത്. കരിക്കും കോഴിക്കറി പിന്നെ പാലും വെള്ളത്തിലാണോ ഉണ്ടാകുന്നത്? ഇത് കണ്ടിട്ട് നോർമൽ വെള്ളം തോന്നൂലേ? അപ്പൊ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സംശയം വരാൻ പാടില്ല. ബുദ്ധിയുണ്ട്. കുറച്ചേരം നമ്മുടെ കോമഡി കേട്ട് ചിക്കൻ കല്ലിച്ചു പോയെന്നായിരിക്കും. പാട്ടായാലോ? ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് പാട്ടേക്കാം. ഞാൻ അങ്ങോട്ടേ അതിനുശേഷം ഷെഫ് പാടും. ഇതുവരെ ഇവിടെ ഒന്നും പാടിയിട്ടില്ല. അപ്പൊ നമ്മള് അടിച്ചുപൊളി പാട്ട് ഷെഫ് നളഞ്ചേട്ടൻ പാടുമ്പോൾ ഇദ്ദേഹം ഇവിടെ നൃത്തം ചെയ്യുന്നതായിരിക്കും. എന്താ എടുത്തിട്ട് അതൊന്നുകൂടെ പറഞ്ഞു. എല്ലാവർക്കും എക്കാലത്തും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്. ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്? ഞാൻ ഇതുണ്ടല്ലോ വേറെ എന്നെ കൊണ്ട് പാട്ട് പാടിച്ചിട്ട് പുള്ളിക്ക് സംഭവിച്ച് ഹിറ്റാക്കാനുള്ള പരിപാടി. ഇങ്ങനെയൊക്കെ കറങ്ങിയാണ് ചിന്തിച്ചു വരുന്നത്. അതിങ്ങോട്ട് ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്? അറിയില്ല ഞാനോ നീയോ. മറക്കാൻ കഴിയില്ല എന്നാദ്യം അറിഞ്ഞതും അറിയില്ല നീയോ ഞാനോ. ആദ്യാനുരാഗാനമേ മോഹമേ പിരിയില്ല ഞാൻ. ഇഷ്ടമാണെന്നാദ്യം ചൊല്ലിയതാരാണ്? അറിയില്ല ഞാനോ നീയോ. മതി, അല്ലെങ്കിൽ ചിക്കൻ അടിക്കി പിടിക്കും. അടിപൊളി ചേട്ടാ. കണ്ടിട്ട് നല്ല രുചിയുണ്ട്. പിന്നെ അടിപൊളിയായിട്ടുണ്ട്. ഉപ്പുണ്ടോ നോക്കി? കുറച്ച് കുറവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതല്ലേ പറഞ്ഞ കുറവാൻ ചാൻസ്. നമുക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് പോരെ? മതി. ഞാനത് കുറി തൊടാൻ പോവായിരിക്കും. എന്താണ് കരിക്ക്. ഇത് നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കണോ അല്ലെങ്കിൽ നമ്മൾ ഓഫ് ആക്കണോ? കാരണം ഇത് ഇച്ചിരി വാട്ടർ ചെയ്യണം. അതിന്റെ വെള്ളമാണ്. എന്ത് മൊത്തം ഒഴിക്കുക. ചേട്ടാ ഇത് മൊത്തം ഒഴിക്കട്ടെ? ഒഴിച്ചോട്ടെ. നിങ്ങൾ പ്രേക്ഷകർ ഇപ്പൊ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് അതെന്താ അത് കാണിക്കേണ്ടത് രാവിലെ 10 മണിക്ക് കാണിച്ചു കഴിഞ്ഞാൽ 12 മണിയാകുമ്പോൾ ഞാൻ സംശയിച്ചു ഇതെന്താ എടുത്തിട്ടത്? നമ്മൾ ഓൾറെഡി ഇട്ടല്ലോ. നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞാൽ ഷെഫ് പ്ലീസ് പറയൂ ഇതെന്താ എടുത്തിട്ടത്? മേത്തി ലീഫ്. അത് നമ്മൾ ഓൾറെഡി ഇട്ടതായിരുന്നല്ലോ നേരത്തെ. ഞാനിങ്ങനെ ഇടക്കിടക്ക് ഇടും. അത് തെറ്റാണോ? നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞില്ലേ? മോനെ ടേസ്റ്റിൽ പിടിക്കാൻ പതുക്കെ കുറച്ചായിട്ട് ഇട്ടാ മതി. ഇതല്ലേ? ഈ പേസ്റ്റ് എന്ന് പറയുന്നത് കരിക്കും കാഷ്യൂവും കൂടെ ഒരുമിച്ചുള്ളതല്ലേ? രണ്ടും കാഷ്യൂവും കരിക്കും കൂടെ ഒരുമിച്ച് അരച്ചതാണ്.
ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വെറൈറ്റി ഫുഡ്സ് ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഷെഫിന്റെ കൂടെ തന്നെ നമുക്കിരുന്ന് കഴിക്കാം അല്ലേ? ഷെഫ് ഇവിടെ ഉണ്ടാവും. ഷെഫിന്റെ കൂടെ തന്നെ നമുക്ക് ഷെഫ് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഫുഡ് ഒക്കെ. ഞാൻ പോയിട്ടില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് ചെയ്യാന്നുള്ള. മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുൻപിൽ കിടന്നപ്പോ കണ്ടോണ്ടിരിക്കാൻ രണ്ടുപേരും അവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്നു. അവിടെ കരിഞ്ഞ മോനെ ഇതിനെ അടച്ചു വെക്കാം. മുകളിലേക്ക് ഇങ്ങനെ പറ്റി പോണ്ടാന്ന്. നമ്മള് ചുമ്മാ പോലുമല്ല, അതിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇരുത്തണ്ടോടത്ത് ഇരുത്തിയിട്ടൊക്കെ. ഞങ്ങളങ്ങനത്തെ നല്ല മനുഷ്യരാണ്. കോഴിക്ക് അങ്ങനെ തന്നെ വേണം. നെഞ്ചിന്റെ ടേസ്റ്റ് നോക്കേ. മോനെ ആയിക്കോട്ടെ. അന്നമ്മോ കൈ നമസ്തേ. എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. എനിക്കും കൊച്ചിരി നേരം കൊച്ചല്ലേ നോക്കി പാവപ്പെട്ട ഒന്ന് രുചിക്കട്ടെ. എടുത്തു വെക്കാം. നമുക്ക് ഇങ്ങോട്ട് എടുത്തു ഇതിനെ വിളിച്ചു ഇവിടെ ഇരിക്കാം. വിളി ചട്ടി മാറി എടുത്തിട്ട് എനിക്ക് പിന്നീട് ചട്ടി കിട്ടുമല്ലോ. അല്ല ഇപ്പൊ എണ്ണ എന്ന് പറയുമ്പോ ഇതല്ലേ എണ്ണ? പക്ഷെ ഇതിന്റെ അകത്താണ് ഒഴിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതിനകത്തൊന്ന് ഒഴിച്ചേനെ. നെയ്യ് കുറച്ചേ ഒഴിച്ചിട്ടുള്ളു. ആരിപ്പോ കൈയടിച്ചാരാ? അത്ര മതി തോന്നും. കൂടിപ്പോയ സാധനം എല്ലാം നമ്മൾ കുറച്ച് ഓവറാണല്ലോ. എന്നാ നല്ല വെറൈറ്റി ആയിട്ട്. എന്താണത്? കണ്ണ് കാണുന്നില്ലേ? ഓക്കെ, എത്ര വെളുത്തുള്ളി എടുത്തു? അത് മറ്റേ ഇത് ആണോ? ഇത് തിന്നോണ്ടിരുന്ന കരിക്കിന്റെ. ഓക്കെ, മൊത്തം ഇട്ടു. അപ്പൊ നമ്മളിപ്പോ ഇതിൻ്റെ അകത്ത് ആദ്യം എണ്ണ ഇട്ടു, കടുകിട്ടു, നെയ്യിട്ടു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ കുറച്ച് നെയ്യ്. ഇതൊന്ന് കുറച്ചേ മതി. നല്ല മണം വരുന്നുണ്ട്. രണ്ട് സൈഡിലും നല്ല മണം വരുന്നുണ്ട്. കരിക്ക് ഇങ്ങനെ എടുക്കുക, കരിപ്പട ചേർത്ത് നിന്ന് ഇളക്കുക. നമ്മൾ വാഴയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് വായിലെ വെള്ളം ചേട്ടനും ഒരേ സമയത്ത് രണ്ടുപേരും പ്ലേറ്റ് ചെയ്യുവാണോ? ഇത് നല്ല രസമുണ്ടല്ലേ. ഇന്നിവിടെ എല്ലാ എന്റെ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ കഴിക്കണോ? ഇവിടെ കൊതി മൂത്തട്ടെ. ഇല്ല, കുഴപ്പമില്ല. ഞാന് ചേട്ടാ ടേസ്റ്റ് എടുത്ത് കളഞ്ഞോ? കൊതി എടുത്ത് കളഞ്ഞു. ചൂട് ചോറ് ഇതിന് ആവി അല്ലേ? വീട്ടിലൊക്കെ അമ്മ മോനെ ഇരുന്നേ മോനെ കഴിച്ചോടാ എന്നൊക്കെ ചോദിച്ചിരുന്ന അല്ലേ? എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് മക്കളുണ്ടായിട്ട് എനിക്ക് അമ്മച്ചി ചോറൊക്കെ വായിച്ചു അതല്ലേ? എങ്ങനെയുണ്ട്? കാണാൻ നല്ല ടേസ്റ്റ്. നമ്മളെ ഫ്രെയിം ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവുന്നൊക്കെ പറയില്ല. അല്ല, കൈപുണ്യം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. അത് നിങ്ങളിത് കഴിയുമ്പോൾ ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കും. ഒരു രക്ഷയില്ല. മോനെ അത് ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. നല്ല അടിപൊളി, നല്ല മൂത്ത മസാലയും അതിൽ ആ തേങ്ങാപ്പാൽ കൂടെ വീഴുന്നു. പിന്നെ അത് മൂത്തതും കൂടെ നമുക്ക് വേണമെങ്കിൽ വറുത്തരച്ച എന്ന് പറയുന്നത് മൂപ്പിച്ച കരിക്കിൻ കോഴിക്കറിനോടെ പേരിടാം. അതെ, പക്ഷെ നന്നായിട്ട് നല്ല ടെക്സ്ചറാണ്. രണ്ടുപേരും ഇങ്ങനെ നോക്കിക്ക. രണ്ടുപേരും മറ്റേ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഞാനായിരിക്കണ്ട അല്ലേ? ഇല്ല പൊന്നോ, എന്നെ അവിടെ വെച്ച് ഉപ്പോലോ കിട്ടും ഈ കൊച്ചിനെ ചുറ്റിയിടാൻ. ഞാൻ എങ്ങനെയുണ്ട്?
ഈ കറിയുടെ പ്രത്യേകത അതിനകത്ത് ഒരുപാട് സ്നേഹമുണ്ട്. ആ കഴിച്ചോ. ഞാനും മുതലച്ചേട്ടനും കൂടെ ഒരാളെ അങ്ങ് തട്ടി എന്നൊക്കെ പറയില്ലേ ഈച്ച എന്ന് പറഞ്ഞാലേ ഞാൻ കൂട്ടി നല്ല ഒരു കറി ഉണ്ടാക്കി എന്ന്. ഇത് കഴിച്ചോ. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു സാധനം അത് ആഡ് ചെയ്യും. നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സാധനം കൂടെ ആഡ് ചെയ്യും. പാചകം എന്ന് പറഞ്ഞ സാധനം ഇത് അസാധ്യമായി പറഞ്ഞിട്ടായിരുന്നേ. ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ടല്ലേ. മാണി മാണി ഹോം. ബെന്നിച്ചേട്ടൻ്റെ ചിക്കൻ കറി, ദി അൾട്ടിമേറ്റ് മസാല ഓഫ് ദ യൂണിവേഴ്സ്. എൻ്റെ മോനെ അടിപൊളി. മാറിയില്ലേ മാറിയില്ലേ? കൊച്ചിനൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അത് സാരമില്ല, എനിക്ക് ഞാൻ വെയിറ്റിംഗ്. ഞാനൊന്നും പറയുന്നില്ല. അടിപൊളിയല്ലേ? വ്യത്യാസം കണ്ടു അല്ലേ? ഞാനും കാന്താരിമുളകും അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പം ബെൻചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് കരിക്കൻ കോഴി ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നത്? ഹലോ, ബിരിയാണി അല്ല, സോറി, കരിക്കൻ കോഴിക്കറി. കരിക്കൻ കോഴിക്കറി. ഈ ചോറും ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ നാവിലുള്ള കറിയുടെ ടേസ്റ്റ് അത് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ട് പണ്ടെങ്ങോ കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിൽ നമുക്ക് ഉണ്ടാവുമല്ലോ. എവിടെ ചെന്നല്ല ഒരു ആത്മാവിന്റെ ടേസ്റ്റ്, അതായത് ഇതിന്റെ ഒരു അല്ലേ, മനസ്സിലായി. നമ്മുടെ നാട്ടില് ഒരു അടുപ്പിലൊക്കെ വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും, പിന്നെ കുത്തരിച്ചോറ് മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് കുത്തരി. നല്ല ചൂട് പാറണ കുത്തരി ചോറിനകത്തേക്ക് ഈ കറികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുഴച്ചം കഴിച്ചപ്പോൾ അതിനകത്ത് ഒന്നും പറയാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിനകത്തപ്പുറം പറയാനില്ല. നല്ല പറയാനില്ല എന്നുള്ളതാണ് ബിൻചേട്ടന് പറയാനുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ബിൻചേട്ടൻ വന്ന് നമ്മുടെ എപ്പിസോഡിലുണ്ട്. നമുക്ക് കുറച്ച് ഗിഫ്റ്റ്സ് പണി കൊടുക്കണം. അതിന് ഇനി ഒരു പ്രാവശ്യം കൂടെ വരുന്നുണ്ടല്ലോ, അതിന് നമ്മൾ പണി കൊടുക്കും. പക്ഷെ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്ത്, ഇത്രയും നമ്മുടെ കൂടെ വന്ന് ഇത്രയും നേരം കുക്ക് ചെയ്ത് ഒത്തിരി അധികം നല്ല കോൺവെർസേഷൻ, നല്ല പാട്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റിയല്ലേ, നല്ല അടിപൊളി പാട്ടൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഗിഫ്റ്റ്സ് കൊടുത്താലോ. നല്ല രുചികരമായിട്ടുള്ള കറികൾക്ക് പുളി വേണമല്ലോ. അപ്പൊ അതിന് നമ്മുടെ സ്വന്തം SS ആഗ്രോയുടെ പുളി ആണ്. ഇനി ഈ ബെൻചേട്ടൻ വീട്ടിൽ പോയി കഴിയുമ്പോ കൊറേ ഇനി കുക്ക് ചെയ്യാനൊക്കെ ഇനി ഉണ്ടാവും. കുറച്ച് കാലത്തേക്ക് അങ്ങോട്ടേക്ക്. അതെ, പരിശുദ്ധിയുള്ള പാചകം, ആരോഗ്യമുള്ള ജീവിതം. അപ്പൊ നമ്മുടെ സ്വന്തം വെൽവയുടെ പ്യൂർ കോക്കനട്ട് ഓയിൽ ആണ്. അതെ, ഫുഡ് ടേസ്റ്റ് ആവാൻ ഉപ്പ് വേണം. അപ്പൊ നല്ല ഉപ്പിന് നമ്മുടെ ടേസ്റ്റ് ഓഫ് ഫുഡ്സിന്റെ ഐഡൻ ഉപ്പാണ്. സീക്രട്ട് വൈറ്റൽസ് ബൈ GRTS ഫുഡ് പ്രൊഡക്ട്സ്. പാപ്പും വെള്ളപ്പും മാവ്. നമ്മളുടെ മക്കളും നാടൻ ഭക്ഷണ രീതി സ്വീകരിക്കട്ടെ. ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ടാണ് നമ്മുടെ മേജർ പുട്ടുപൊടി. ഇത് കുറേ ഉണ്ട്, എന്റെ നല്ല വെയിറ്റ് ബിരിയാണി, ഇറച്ചിപ്പുട്ട്. കുഞ്ഞുങ്ങളുടെ മേനിക്ക് സുഗന്ധം പകരാൻ നമ്മുടെ പൈതൃക വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അപ്പൊ കുറേ ഫുഡ് ഐറ്റംസ്. അതെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര നല്ല ഗംഭീരമായിട്ടുള്ള എപ്പിസോഡാണ്. നമ്മൾ കരിക്കൻ കോഴിക്കറിയും ചോറൊക്കെ കഴിച്ച് ഭയങ്കര ടേസ്റ്റോട് കൂടെ ഇങ്ങനെ നാട്ടിൽ ഇപ്പോഴും ടേസ്റ്റ് മാറിയിട്ടില്ല. അപ്പം അടുത്ത എപ്പിസോഡിൽ ബെൻചേട്ടൻ നമ്മളോട് ഇനി ഒരു ഡിഷും കൂടെ ചെയ്യാൻ വരും അല്ലേ? അത് ഏത് ഡിഷാന്നൊക്കെയുള്ള ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് പറയാം. സോ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ, ബെൻചേട്ടാ, ബൈ.